സത്യമായിട്ടും എന്റെ പൊന്നാശന്മാരെ, ഞാൻ മനസ്സാ വാച കർമ്മണ അറിഞ്ഞൊരു കേസല്ല. ഇത് യമൻ അറിയാത്തൊരു മരണമാ. എടാ സുമാര, കുട്ടപ്പ, കൂട്ടത്തിൽ കിടക്കുന്നവരാ ഞങ്ങളോട് കള്ളം പറഞ്ഞാല് ദൈവദോഷം ഉണ്ടാവും. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖ ഈ ഒളിച്ചു കളി? ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞാട്ടെ. ഇതൊരുമാതിരി ആടിനെ പിടിച്ച് പട്ടയാക്കുന്ന ഇടപെടാ. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ചുമ്മാ കുഞ്ഞു കളിക്കാതെ സുഖു. വെറുതെയാണോ കാണാൻ കൊള്ളാവുന്ന ഒരു തിരക്ക് നിന്നെ അന്വേഷിച്ച് ലോഡ്ജ് വരുന്നത്? ഞങ്ങളെന്നെ ഇവർ മണ്ടന്മാരാക്കരുത്. ഞങ്ങളും കഞ്ഞിയുടെ വെള്ളം കുടിച്ചാനാ കഴിയുന്നത്. ഓക്കെ, എന്നെ അന്വേഷിച്ച് ഒരു പെണ്ണ് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. ആരെങ്കിലും അങ്ങനെ വന്നു കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി വെള്ളം ഇറക്കി നടന്നിട്ടുമുണ്ട്. പക്ഷെ ഇന്നോളം എന്റെ അറിവില് ആരും ചൂണ്ട കുത്തിയിട്ടില്ല. ഇനി ഇത് അഥവാ ചൂണ്ട അറിയാതെ കുത്തിയൊരു കേസാണെങ്കിൽ തന്നെ ആരാണ് എന്താണ് എനിക്കൊരെത്തും പിടി കിട്ടുന്നില്ല. എടാ അവിടെ നിൽക്കാതെ അപ്പൊ പോയി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, പെൺ വിഷയത്തിൽ മാത്രം സൂ കള്ളം പറയത്തില്ല. അയ്യോടാ ഒരു അരിച്ചു പിന്നെ നോക്കിയത് ഒരാൾ വായിക്കുന്നതിന്റെ ഇടയിൽ കൂടാണോ നോക്കുന്നത്? നീ എപ്പോഴും എന്തിനാ ഇപ്പൊ നിങ്ങളുടെ കുളിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? മിസ്റ്റർ സുകുമാരനുണ്ടോ? ഉണ്ടല്ലോ, അകത്തോട്ട് ചെന്നാട്ടെ. വേണ്ട, നിങ്ങൾ ചെന്ന് പറഞ്ഞിട്ട് വരൂ. എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് തോന്നുന്നു. മാഡം പല പ്രാവശ്യമായി നടന്ന് ക്ഷീണിച്ചു. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. എന്തോ ചെന്ന് പറഞ്ഞിട്ട് വേണോ? ആരും ഒന്നാണോ പറയേണ്ടത്? ഒരു പെണ്ണാണെന്ന് പറഞ്ഞാൽ മതി. പെണ്ണാണല്ലേ? പറയാം. ബ്യൂട്ടി സർവന്റ്. സുഖു, മനുഷ്യനെ പിടിച്ച് പേഷ്കാരാക്കുന്ന ഇടപാടുണ്ടല്ലോ, അതങ്ങ് മനസ്സിൽ വെച്ചേര്. പിന്നാരും ഒന്നും അറിയില്ല. ഞാൻ താരപ്പുറത്തോ നിൽക്കുന്നു. ആശം ചൂടാതെ മര്യാദ കാര്യം പറഞ്ഞാട്ടെ. ഓ, ചൂടാവുന്നില്ലേ ആര്യപുത്ര? അവിടത്തെ കാണുവാനായി അവിടത്തെ പ്രിയതമ വാതായനങ്ങളിൽ അതാ കാത്തു നിൽക്കുന്നു. അങ്ങോട്ട് എഴുന്നള്ളിയാലും. സുഖേ, കുട്ടപ്പാ, നീ ഞങ്ങളെ വഹിക്കായിരുന്നല്ലോടാ മക്കളെ. വഹിക്കൊന്നുമല്ല, സത്യമായിട്ട് എനിക്ക് അതിന്റെ പിന്നെ അറിയത്തില്ല. എടോ പൂച്ച സന്യാസി, മര്യാദ അങ്ങോട്ട് ചേട്ടാ. ശരി, ഇതൊരു ശല്യമായല്ലോ. അത്ര നിർബന്ധമാണ് പോവാ. അയ്യോ, ഞങ്ങൾക്ക് യാതൊരു നിർബന്ധമില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞേച്ചേക്കാം. വേണ്ട, പ്രേമവും കൊണ്ടൊരു പെണ്ണ് കയറി വരുമ്പോ തട്ടിക്കളയുന്നത് ശരിയല്ലല്ലോ. ടാടാ, പെണ്ണുങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കാൻ പറ്റിയൊരു ശരീരം. ഈ ഉടുപ്പ് കിട്ടുണ്ടോ? ഷട്ടേട്ടോ. എന്നാലും ഇവൻ നമ്മളോട് ഈ കൊലച്ചത് ചെയ്തു ഞാൻ വിചാരിച്ചില്ല. ചേട്ടാ, എടി നീലിമേ, നീയായിരുന്നു? ഈ ചേട്ടനൊന്നും കണ്ടുകിട്ടാന്നൊരു പാടേ. 2-3 തവണ ഞാൻ ഇവിടെ വരുന്നു. നീ എന്താ ഒറ്റയ്ക്ക്? ഞാൻ എഴുതിയിരുന്നല്ലോ. എനിക്ക് മെറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടി. ഒരാഴ്ചയായി ജോയിൻ ചെയ്തിട്ട്. അയ്യോ, എനിക്ക് കത്തിയിട്ടില്ല. ഡാഡി ഫോൺ ചെയ്തപ്പോ ടൂറിലാണെന്ന് പറഞ്ഞു. ഞാനേ ഇന്ന് രാവിലെ വന്നേ ഉള്ളൂ. നീ ഇരിക്കും. എന്റെ ശരീരം അങ്ങോട്ട് തിളച്ച് കയറി വരുന്ന ഞാനേ. ഞാനിവിടുത്തെ സെർവന്റ് ആണത്രേ. സെർവന്റ് അവളോട് തമ്പലാട്ടി. ഈ കഴിവോടെ എന്റെ ഒലത്തിയെ കാണുകയില്ലായിരുന്നു. ഞാൻ അവളുടെ ചെപ്പിക്ക് കണക്ക് തീർത്തൊന്ന് കൊടുത്തേനെ. കോട്ടനി അവക്കുള്ളവർ ചേർത്ത് അവനെ പെരുമാറുകളെ. എന്താ വീട്ടിൽ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. നീ എന്നെ കാണാൻ ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വരണ്ട. ഞാൻ പോകുന്ന വഴിക്ക് നിന്നെ ഹോസ്റ്റലിൽ കയറി കണ്ടോളാം. ശരി. ചായ വേണോ? വേണ്ട, ഞാൻ പോട്ടെ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേഷം ഒന്ന് പറയട്ടെ. മിസ്റ്റർ സുഗു, ഐ ഹാവ് എൻ അപ്പോയിന്റ്മെന്റ്. ഞാൻ പുറത്തു വെച്ചു. ഇത് മിസ്റ്റർ അനിരുദ്ധൻ, എന്റെ ലോഡ്ജ് മേറ്റ് ആണ്. ഇവിടെ ജോൺസൺസ് ഗ്രൂപ്പിന്റെ ഏരിയ സൂപ്പർവൈസർ. നൈസ് ടു മീറ്റ്. ഇതാരാണെന്നറിയാം? ഇവളാണ് എന്റെ ഒരേ ഒരു പെങ്ങൾ നീലിമ. ഇവിടെ മെറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 മാസത്തെ കോഴ്സിന് ഇറങ്ങുക. ഇവള് സിറ്റി വന്നപ്പം ഞാൻ ടൂറിലായതുകൊണ്ട് എന്നെ കണ്ടില്ല. ഇനി കഴിഞ്ഞ ഇവിടെ വരുമ്പോ ആരാണെന്ന് പറഞ്ഞിട്ട് പോട്ടെ. അപ്പൊ ഞാൻ പോട്ടെ. പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. ഞാനിപ്പോ വരാം, 1 മിനിറ്റ്. ആകെക്കൂടുള്ള ഒരു പെങ്ങളാ. അതിനെ പിടിച്ച് കാമുകിയാക്കി ദൈവമേ എന്തെല്ലാം കള്ളക്കഥകളായി മഹാഭാവികൾ കെട്ടിച്ചവച്ചത്. എന്റെ പൊന്നു ഗുരുജി, ക്ഷമിക്ക്. വേണമെങ്കിൽ കാല് പിടിക്കാം. 100 വട്ടം ഏത്തവിടുകയും ചെയ്യാം. താൻ കാലൊന്നും പിടിക്കല. താനേ ആള് കാലുവാരിയാ. മുനിയെപ്പോലെ ഇരുന്ന കേട്ടോ. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്.